ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൽ നാം നാം ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെ ആദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെ ആദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ? 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 വളരെ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധ ചില മിനിറ്റുകൾ കൂടി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ വരുത്തിവെക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നെയ്യാറ്റിങ്കര സ്വദേശിയായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജി അവറുകൾ തുറന്നുള്ള സമയത്ത് ആത്മീയ സന്ദേശം അറിയിക്കും. ബഹുമാന്യ ദേവദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദ പരിമിതിക്കുള്ളിലായിരിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും
ഞങ്ങളുടെ മധ്യാഹ്ന വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം ജീവിതത്തിലെ തിരക്കേറിയ വിലയേറിയ സമയത്തിൽ കുറച്ച് സമയം ഞങ്ങൾ നിങ്ങളോട് ദൈവ സന്ദേശം കേൾക്കേണ്ടതിനായി ചോദിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി ചില സന്ദേശങ്ങൾ ഈ ദേശത്തെ അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ പകൽ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് തന്നെ ഞങ്ങൾ ആദ്യമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തെ നാം മനസ്സിലാക്കുമ്പോൾ 66 പുസ്തകങ്ങളാൽ സമ്പൂർണമായ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകം ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമെന്നും ഇതിന്റെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം എന്നും അറിയപ്പെടുന്നു. ഒന്നാമത്തെ പുസ്തകം ഈ ഭൂമിയുടെ ഉൽപ്പത്തി, ഭൂമി, ആകാശം, സമുദ്രം, കര, രാത്രി, പകൽ, കടലിലെ ജീവജാലങ്ങൾ, കരയിലെ ജീവജാലങ്ങൾ, ഭൂമിയിലെ ജീവജാലത്തിൽ ഏറ്റവും മണിമകുടമായിരിക്കുന്ന മനുഷ്യൻ, മനുഷ്യന്റെ ഭാഷ, അവന്റെ വംശം, അവന്റെ ജാതി, അവന്റെ ഗോത്രങ്ങൾ, അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ, അവന്റെ നിറം, അതുപോലെ തന്നെ അവന്റെ മതങ്ങൾ എങ്ങനെ ഉണ്ടായി ഇത്യാദി കാര്യാദികളെ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ, ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ പുസ്തകത്തെ ഇങ്ങനെ അതിന്റെ പേര് വെളിപ്പാട് പുസ്തകമെന്നാണ്. ഈ വെളിപ്പാട് പുസ്തകം ഈ ലോകത്തിന്റെ അവസാനം എന്താകും എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരും. വിശുദ്ധ വേദപുസ്തകത്തെ ചിലരെങ്കിലും പറയാറുണ്ട്, ബൈബിൾ പറയുന്നത് പോലെ ലോകത്തിൽ സംഭവിക്കുന്നുവെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയാറുണ്ട്, ഇത് യൂറോപ്യന്റെ, അമേരിക്കക്കാരന്റെ ഇറക്കുമതിയാണ്, ഇത് യൂറോപ്യന്റെ ദൈവമാണ് യേശുക്രിസ്തു, അവന്റെ പുസ്തകമാണ് ബൈബിൾ എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് ഭൂമിശാസ്ത്രം വളരെ മനസ്സിലാക്കാതെ കാര്യം പറയുന്നതുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ജന്മമെന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ മിഡിൽ ഈസ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിൽ യെറൂശലേം എന്ന പട്ടണത്തിൽ ബത്ലഹേം എന്ന സ്ഥലത്താണ് യേശുക്രിസ്തു ജനിച്ചത്. അപ്പോൾ സാധാരണ മനുഷ്യൻ പറയുന്നത് പോലെ യേശുക്രിസ്തു യൂറോപ്യൻസ് ഒന്നുമല്ല. പിന്നെ ഏഷ്യക്കാര് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല, യൂറോപ്യൻസ് കൈക്കൊണ്ടു. അതുകൊണ്ടൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ പഠിച്ച് ഒരു പരിമിതിയൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉന്നത വിദ്യാഭ്യാസത്തിനോട്ട് പോകുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്ക് പഠനത്തിന് വേണ്ടി നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലോ പാകിസ്ഥാനിലോ ചൈനയിലോ ആണോ പോകാൻ ഇഷ്ടം, അതോ യൂറോപ്യൻ രാജ്യങ്ങളിലാണോ ചോദിച്ചാൽ അവർ ആദ്യം പറയും, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പോകണ്ട, ഞങ്ങൾക്ക് അവിടെ പോകുന്നത് ഇഷ്ടം. കാരണം അവർ ബൈബിളിനെ കൈക്കൊണ്ടതുകൊണ്ട്, ബൈബിളിനെ അംഗീകരിച്ചതുകൊണ്ട് അവരുടെ സ്ഥിതിയൊക്കെ മാറിയെന്ന് ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ബൈബിൾ അല്ലെങ്കിൽ യേശുക്രിസ്തു യൂറോപ്യന്റെ ദൈവമല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തു സകല മനുഷ്യർക്കുമുണ്ടായ രക്ഷാകരമായ ദൈവകൃപയെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ബൈബിൾ ലോകത്തിന്റെ റിമോട്ട് പോലെ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബൈബിൾ. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലെത്തുന്ന ദിനപത്രങ്ങൾ, ഇന്നലകളിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ കയ്യിൽ വരുന്ന വാർത്തകൾ ചില സെക്കൻഡുകൾക്ക് മുമ്പ് സംഭവിച്ച വാർത്തയാണ് നമ്മൾ അതിൽ കേൾക്കുന്നതെങ്കിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് നാളുകളിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് വളരെ വ്യക്തമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി പൂർത്തീകരിച്ച പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇന്ന് പകലിൽ ഈ ലോകത്തിന്റെ മാറ്റങ്ങൾ, ലോകത്തിന്റെ കാലഗതിയൊക്കെ വളരെ മാറിയ ഒരു കാലമാണ്. നമ്മൾ ഈ കാലത്തെ പറയാറുണ്ട്, ഇത് ഇന്റർനെറ്റ് യുഗമാണ്, ഇത് മനുഷ്യൻ അവന്റെ സാങ്കേതിക വിദ്യ, അവന്റെ ടെക്നോളജി, അവന്റെ
അവന്റെ കണ്ടുപിടുത്തങ്ങൾ അതിന്റെ അത്യുച്ചകോടിയിൽ മനുഷ്യൻ നിൽക്കുന്ന യുഗമാണ്. ഡിജിറ്റൽ യുഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 5G 4G നമ്മൾ 5Gയിലേക്കും 6Gയിലേക്കും ഒക്കെ നമ്മൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ലോകത്തിന്റെ കുതിച്ചുകയറ്റം മനുഷ്യന്റെ മാനവകുലത്തിന്റെ മനുഷ്യ ചരിത്രത്തെ നമ്മൾ പിന്നിലേക്ക് പഠിക്കുമ്പോൾ നമ്മുടെ പിൻപിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരെന്നും കാണാത്തത്, അവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്തത് ഒക്കെ നമ്മൾ നമ്മുടെ തലമുറയിൽ നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ മാത്രം പ്രശംസിച്ച് ഞങ്ങളുടെ കുതിച്ചുകയറ്റം ഇവിടെ നിന്ന് നിൽക്കത്തില്ല, ഞങ്ങൾ ഇന്നും ചിലത് കൂടെ വെട്ടിപ്പിടിക്കും, ഞങ്ങൾ ചന്ദ്രനിൽ പോയി ഞങ്ങൾ ചൊവ്വയിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഞങ്ങൾ ബഹിരാകാശത്തെ മുഴുവൻ ഞങ്ങൾ വെട്ടിപ്പിടിക്കുമെന്നൊക്കെ ഇവിടുത്തെ ശാസ്ത്രലോകം പറയുമ്പോൾ, ഈ ഭൂമിക്കൊരു ദോഷം സംഭവിച്ചാൽ, ഈ ഭൂമിക്കൊരു നാശം സംഭവിച്ചാൽ ഞങ്ങൾ അന്യഗ്രഹങ്ങളിൽ പോയി താമസിക്കും, അവിടെ ഞങ്ങൾ കൂടാരങ്ങൾ പണിയുമെന്നൊക്കെ ശാസ്ത്രലോകം പറയുമ്പോൾ, ഇന്ന് പകലിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയുവാൻ ഒന്നുണ്ട്. പണ്ട് നാട്ടുകാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അതെ, കഥയറിയാതെ നിങ്ങൾ ആട്ടം കാണുകയാണ്. പ്രിയ സ്നേഹിത, മനുഷ്യൻ എവിടെ നിന്ന് വന്നു, അവൻ എങ്ങോട്ട് പോകുന്നു, ലോകത്തിന്റെ ഉൽപ്പത്തി എന്താണ്, ഇതിന്റെ അവസാനം എന്താണെന്ന് വേദപുസ്തകം മനുഷ്യന് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ന് പകലിൽ ലോകത്തിന്റെ കുതിച്ചുകയറ്റം കണ്ടുകൊണ്ട് അതിനൊത്തവണ്ണം മനുഷ്യൻ മുന്നോട്ട് പോയാൽ മനുഷ്യൻ പരാജയപ്പെടുമെന്നുള്ളതിന് തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ബൈബിളിന്റെ നിസ്തുല്യത വേണമെങ്കിൽ നിങ്ങളോട് ഒന്നുകൊണ്ട് കാര്യം, സമകാലികമായിരിക്കുന്ന കാലികമായ പ്രസക്തിയുള്ള ഒന്നുകൊണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ചുമ്മാ വിടുവാ പറയുകയല്ല. ഇന്ന് ലോകത്തിൽ നടക്കുന്ന 2 യുദ്ധങ്ങളാണ്. ഒന്ന് ഇസ്രയേൽ ഹമാസ് യുദ്ധം, അപ്പോൾ തന്നെ ഇസ്രയേൽ ലെബനോൻ ഹിസ്ബുള്ള യുദ്ധം, ഇസ്രയേൽ ഇറാൻ യുദ്ധം, അപ്പോൾ തന്നെ നടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് 2.5 വർഷം കഴിഞ്ഞു. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതിന് പര്യവസാനം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ അമേരിക്ക ശ്രമിക്കുന്നു, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി കടന്നുപോയി. UN എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനമായിരിക്കുന്ന, ചിലർ പറയാറുള്ളത് പോലെ പല്ല് കൊഴിഞ്ഞു പോയ സിംഹമായിരിക്കുന്ന UNO ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നു. ആർക്കും ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ്, ഈ പ്രശ്നത്തിലുള്ള കാരണം എന്താണ്, അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തന്നെ കാണാൻ കഴിയും. ഈ പ്രശ്നം ഇനി ഇവിടെ നിന്നും ഇതെങ്ങോട്ടാണ് പോകുന്നത്, വിശുദ്ധ വേദപുസ്തകം അതിന് വ്യക്തമായിരിക്കും തെളിവ് തരികയാ. ചുമ്മാ അവ്യക്തമായ തെളിവല്ല, വ്യക്തമായ തെളിവാ. ഈ ഗാസ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക പ്രദേശത്തിന് എന്താ സംഭവിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ വേണമെങ്കിൽ റെഫറൻസ് തരാം. അത് ആമോസിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം, അതുപോലെ സെഫന്യാവിന്റെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം, അതുപോലെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 45-ാമത്തെ അധ്യായം, അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധം, യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 38, 39 അധ്യായങ്ങളിലൊക്കെ വളരെ വ്യക്തമായി ഈ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധത്തിന്റെ പോക്കെങ്ങോട്ടാണ്, ഇതിന് എങ്ങനെ, എവിടെ, എപ്പോൾ ഇതിന് പര്യവസാനം ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം തെളിവ് തരികയാണ്. അപ്പോൾ നമ്മൾ കാണുന്നു, യുദ്ധം ഇസ്രയേൽ ഒതുങ്ങുന്നില്ല, അത് പലസ്തീനിലേക്ക് കടന്നു, അതവിടെ നിന്നും അത് ഇറാനിലേക്ക് പ്രവേശിച്ചു, അതവിടെ നിന്നും ലെബനിലേക്ക് പ്രവേശിച്ചിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ലോകം ഞെട്ടിപ്പോയി. പേജർ ആക്രമണം എന്നൊരാക്രമണം, ഇതുപോലൊരു ആക്രമണം ലോകത്തിൽ ഒരു സൈന്യശക്തികൾക്കും ചെയ്യാൻ കഴിയാത്തൊരു ആക്രമണത്തെ ലോകം വളരെ ഞെട്ടലോട് കാണുവാനിടയായി. ഞാൻ പറഞ്ഞത്, ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വേണ്ടി ലോകം നടന്നെടുക്കുകയാണ്. അല്ലാതെ യുദ്ധത്തിന് ആർക്കും കടിഞ്ഞാടാൻ കഴിയാതെ വണ്ണം രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും അത് കൈവിട്ടു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ സംഭവിക്കുവാൻ വേണ്ടി ലോകം അതിനുവേണ്ടി അണ്ടർഗ്രൗണ്ടിൽ ഒരുങ്ങുമ്പോൾ ലോകരാജ്യങ്ങൾ 2 തട്ടിൽ, റഷ്യയും അതുപോലെ തന്നെ ചൈന, പാകിസ്ഥാൻ, അതുപോലെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു സൈഡിൽ അണിനിരക്കുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ
ഒരു വശത്ത് അണിനിരക്കുകയാണ്. എല്ലാവരുടെയും കരങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്, ഞങ്ങൾക്ക് അണുവായുധമുണ്ട്, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബുണ്ട്, ഞങ്ങൾക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട്, ലോകത്തെ കിടുകിട വിറപ്പിക്കുവാൻ, ലോകത്തെ പല പ്രാവശ്യം കത്തിക്കുവാനുള്ള പ്രകരശേഷിയുള്ള മാരകായുധങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലുണ്ട് എന്ന് രാജ്യങ്ങളെല്ലാം അവകാശപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞു, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വേണ്ടി ഈ ലോകം നടന്നെടുക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമി ലോകത്തെ തീക്കു വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു, തീ കൊണ്ടത് ദഹിച്ചു പോകുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇത് ബൈബിളിന്റെ മാത്രം അഭിപ്രായമല്ല. ലോകത്തിലെ ഇന്നിന്റെ സമകാലികമായ സംഭവങ്ങൾ അങ്ങനെ വിളിച്ചു പറയുന്നുവെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രസക്തി ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ലോകം നശിക്കുവാൻ പോകുമ്പോൾ, ലോകം നാശത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനോടൊരു രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനുണ്ട്. ബൈബിൾ പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ലോകം രണ്ട് സൈഡിൽ അണിനിരക്കുമ്പോൾ ലോകം കത്തുമെന്നുള്ള കാര്യത്തിൽ ബൈബിൾ മാത്രമല്ല ലോക സംഭവങ്ങളും പറയുകയാണെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടുവാൻ എന്താണ് മാർഗം? അത് പറയാനാണ് ഞങ്ങൾ ഈ പകലിലൂടെ ആയിരിക്കുന്നത്. രക്ഷപ്പെടുവാനുള്ള മാർഗം മനുഷ്യൻ കേവലം ഈ കാണുന്ന 10, 50, 70, 100 കിലോയുള്ള ഒരു മാംസപിണ്ഡമല്ല മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അകത്തളത്തിൽ ഒരു ആത്മാവുണ്ട്. അവന്റെ ഉള്ളിൽ, അതെ, മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ച ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ തൂക്കിക്കൊല്ലാൻ കഴിയത്തില്ല. ഈ ആത്മാവിനെ തീ കത്തിച്ചു കൊല്ലാൻ കഴിയില്ല. ഇതിനെ കുത്തിക്കൊല്ലാൻ കഴിയില്ല. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ കഴിയത്തില്ല. ആത്മഹത്യ കൊണ്ട് ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല. മനുഷ്യന്റെ ഉള്ളിൽ ഒന്നുണ്ട്. ആ ആത്മാവ്, അതാണ് മനുഷ്യനെ സകല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അടുക്കലെത്തണം. ദൈവത്തിന്റെ അടുക്കലെത്തണമെങ്കിൽ ആ ദൈവം പറഞ്ഞു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ മനുഷ്യൻ യാത്ര ചെയ്യണം. ദൈവത്തിന്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു പദമാണ് സ്വർഗം എന്നുള്ളത്. ഇവിടെ സ്വർഗത്തിൽ മനുഷ്യൻ എത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നശിക്കുവാൻ പോകുന്ന ലോകത്തിനോടുകൂടെ മനുഷ്യനാരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരിക്കൽ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത് കടന്നു വന്ന ഞങ്ങളുടെ ഒരു നേതാവുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ മണിമകുടമാണ്, ശ്രേഷ്ഠനാണ്. ഇവൻ മനുഷ്യനെ പോലെ ശ്രേഷ്ഠത പറയുവാൻ ഭൂതലത്തിലെ ജീവജാലങ്ങളിൽ മറ്റൊന്നും തന്നെയില്ല. ഈ മനുഷ്യൻ പാപിയായി, ദൈവകൽപ്പന ലംഘിച്ച്, ദൈവവിദ്വേഷിയായി, ദൈവത്തിന് ശത്രുവായി, ദൈവത്തിന് അരുതാത്തത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവനെ അതിൽ നിന്നും ഉദ്ധരിച്ച് ദൈവത്തിങ്കൽ അടുപ്പിക്കുവാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. കേവലം ഇവിടെ ഒത്തിരി മതങ്ങളുണ്ട്. ഹൈന്ദവ മതമുണ്ട്, മുസ്ലിം മതമുണ്ട്, അതുപോലെ സിഖ് മതം, ക്രൈസ്തവ മതം, ബുദ്ധമതം, അതുപോലെ തന്നെ യഹൂദ മതം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ഒരു മതം കൂടെ ഇരിക്കട്ടെ, ക്രൈസ്തവ മതം എന്നൊരു മതം കൂടെ ഇരിക്കട്ടെ. കുറെ പള്ളിയും പള്ളിമേടകളും കുറെ പള്ളി അച്ഛന്മാരും കുറെ സെമിത്തേരികളും കുറെ സ്കൂളുകളും കോളേജുകളും ഒക്കെ സ്ഥാപിച്ച് ഒരു കൂട്ടർ ഇവിടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്ന വ്യക്തിയല്ല യേശു ക്രിസ്തു. പിന്നെ ബൈബിൾ പറയുന്നു, സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു ക്രിസ്തു ജനനത്തിങ്കിൽ പറഞ്ഞ കാര്യമാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു.
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യനും സന്തോഷം അനുഭവിക്കണമെന്നുള്ളതാണ് സർവശക്തനായ ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് ലോകത്തെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തികളെ എടുക്കാം, കുടുംബങ്ങളെ എടുക്കാം, സമൂഹങ്ങളെ എടുക്കാം, രാജ്യങ്ങളെ എടുക്കാം. നമ്മൾ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം സമാധാനം എന്നുള്ളത് മനുഷ്യന് മരീചികയായിരിക്കുകയാണ്. അത് മനുഷ്യനിൽ നിന്നും കൈവിടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യനും ആരാകണം? അവൻ സമാധാനം അനുഭവിക്കുന്നവനാകണം. അതേ, അത്യുന്നത അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കുവാൻ കഴിയും. അതിന് തെളിവാണ് ഇവിടെ ഒരു കൂട്ടം ദൈവഭക്തന്മാർ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഞങ്ങളിൽ പലരെയും ഞങ്ങളുടെ ഇന്നലകളിൽ ഞങ്ങളുടെ ഒരു ഭൂതകാലം ഞങ്ങളുടെ പിൻപിലുണ്ട്. ഞങ്ങളുടെ പലരെയും ഭൂതകാലത്തെ എടുത്ത് പഠിച്ചു നോക്കിയാൽ ഞങ്ങൾ പലരും മറ്റുള്ളവർക്ക് തലവേദനയായിരുന്നവരാ. ഞങ്ങൾ പലരും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായിരുന്നവരാ. ഞങ്ങൾ പലരും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഭാര്യയ്ക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ അയൽക്കാർക്കും സ്വസ്ഥത കൊടുക്കാതിരുന്നവരാ. ഞങ്ങൾ നിമിത്തം ഞങ്ങളുടെ ദേശത്തിൽ പലപ്പോഴും പോലീസുകാർ നൃത്തം ചെയ്യത്തക്കവണ്ണമുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നവരായിരുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ പിന്നിലെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അടിയുടെ ഇടിയുടെ വെടിയുടെ മുമ്പിൽ അമ്മേ എന്ന് വിളിക്കുകയില്ല എന്ന് ഞങ്ങളുടെ ഇസങ്ങൾക്ക് വേണ്ടി ഘോരഘോരം അത് സിന്ദാബാദ് വിളിച്ചിട്ടുള്ളവരാണ് ഞങ്ങളിൽ പലരും. പക്ഷേ ഞങ്ങൾക്ക് സ്വസ്ഥത എന്തെന്ന്, സമാധാനം എന്തെന്ന് അനുഭവിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കുവാൻ കഴിയാത്തവരായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വരുവാനിടയായി. ഈ യേശുവിന്റെ സ്നേഹം കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തെ വിട്ട് താണലോകത്തിൽ കടന്നു വന്ന യേശുവിന് ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ വീട്ടിനെ, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ ഞങ്ങളുടെ സ്വഭാവത്തിന് സമൂലം മാറ്റം വരുത്തി. ഞങ്ങളുടെ അധ്വാന ഫലം മദ്യഷോപ്പിൽ കൊടുക്കാത്തവരായി, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡ് ഉപരോധിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാത്തവരായി. എന്തെന്ന് ചോദിച്ചാൽ രണ്ടിന് കുന്തെന്ന് പറഞ്ഞ് അടിയടാ ഇടിയടാ എന്ന് പറയുന്ന സ്വഭാവക്കാരല്ലാതെ ഞങ്ങളെ ആക്കിയ ഒരു വ്യക്തിയുണ്ട്. അത് ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് ഒന്ന് മനുഷ്യന് സമാധാനം നൽകണം. മനുഷ്യൻ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ അവനെ നിയന്ത്രിക്കുന്ന, അവന്റെ ഹൃദയത്തിനകത്ത് നന്മ ചെയ്യുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും ഒക്കെ അവന്റെ ഹൃദയത്തിൽ വാഞ്ചയുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യിക്കാതെ വണ്ണം അവനെ തിന്മ ചെയ്യിക്കുന്ന ഒരു ഘടകം മനുഷ്യനിൽ കുടിയിരിപ്പുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഈ മദ്യഷോപ്പിൽ പോകുമ്പോൾ മദ്യക്കുപ്പിയുടെ പുറത്ത് ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കണം. ലഹരി ഉൽപ്പന്നങ്ങളുടെ എല്ലാം പുറത്തൊരു മുന്നറിയിപ്പുണ്ട്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിനകത്ത് രഹസ്യമായി നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പുണ്ട്, അത് നിന്റെ ആരോഗ്യത്തെ കെടുത്തും, നിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ദോഷം വരുത്തും, മരണകരമായ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്, സാമ്പത്തികമായിട്ട് നിനക്ക് മേൽക്കോയ്മയുണ്ടാകാൻ സാധ്യതയില്ല, നിന്റെ ഭാര്യയുടെ പേര് നഷ്ടപ്പെടുത്തും, നിന്റെ മക്കളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തും, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് കാലത്തിനു മുമ്പ് മരണം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായ അനേകരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അനേകരെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കാണുവാൻ കഴിയും. പലരും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതായി, കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒക്കെ ഒരു കമ്പനി കൊടുക്കുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ വേണ്ടി ചെറുതായിട്ട് ആരംഭിച്ചതാ. പക്ഷേ ഇന്ന് അനേകർക്ക് ദുഃഖം കൊടുക്കുന്നവരായി, ചിലർക്ക് സന്തോഷം കൊടുക്കുവാൻ വേണ്ടി ആരംഭിച്ചത്
അനേകരെ ദുഃഖിപ്പിക്കുന്ന, അനേക അമ്മമാരെ ദുഃഖിപ്പിക്കുന്ന, അനേക ഭാര്യമാരെ ദുഃഖിപ്പിക്കുന്ന, അനേക കുഞ്ഞുങ്ങളെ ദുഃഖിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ഈ മദ്യവും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും മനുഷ്യനെ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ലഭിച്ച അദൈവകൃപയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് പറയട്ടെ, അതിനോട് നിങ്ങൾ വിട പറയണം. നിങ്ങൾ ഭൂതലത്തിൽ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിപദേശിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, അപ്പോൾ ഇത് മനുഷ്യൻ ചെയ്യുവാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം. അരുത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ അതിന് മുഖവില കൊടുക്കാതെ അതിനെ എടുത്തവൻ മോന്തുകയാണ്, അവനതിനെ വലിക്കുകയാണ്, അവനതിനെ ഉപയോഗിക്കുകയാണ്. ഈ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് വിശുദ്ധ വേദപുസ്തകം പാപം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാപം എന്ന ഒരു പ്രോസസ് മനുഷ്യനിൽ കുടിയിരിക്കുകയാണ്. അതവനിൽ കുടിയിരിക്കുന്നിടത്തോളം അവൻ നന്മ ചെയ്യുവാൻ അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും അവൻ തിന്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് പാപമെന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്നത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തെ തന്റെ ചുമലിലെടുത്തിട്ട് തന്റെ രക്തം കാൽവരിയിലൊഴുക്കി മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു സ്വർഗത്തെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകരം ഞങ്ങൾ പറയട്ടെ, എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്, എന്റെ ജീവിതത്തിൽ ഉദ്ധാരണമുണ്ടാകാൻ വേണ്ടിയാണ്, എന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ്. എന്റെ തകർന്നുപോയ ജീവിതം, എന്റെ ഉടഞ്ഞുപോയ ജീവിതം, എന്റെ തലമുറകൾ എനിക്ക് കൈവിട്ടുപോയിരിക്കുന്നു, എന്റെ ഭർത്താവിന് യുവ തരുന്നില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ടുകെട്ടാരം പോലെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ള നിരാശയോടുകൂടെ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ആത്മഹത്യ കൊണ്ട് ജീവിതത്തെ ഒടുക്കിക്കളയാമെന്ന് അതേ കണക്ക് കൂട്ടിക്കൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്കളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി താങ്കളെ ഉദ്ധരിച്ച് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് മനുഷ്യനോട് ദൈവം പറയുകയാണ്, മനുഷ്യ, നിന്റെ പാപത്തെ വിട്ട്, നിന്റെ തിന്മയുടെ സ്വഭാവത്തെ വിട്ട്, നിന്റെ ആകാത്ത വഴികളെ വിട്ട് നീ ദൈവത്തിലേക്ക് നീ മടങ്ങി വാ. അപ്പോൾ നശിക്കുവാൻ പോകുന്ന ലോകം, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നശിച്ചു പോകരുത്. നശിച്ചു പോകാതിരിക്കുവാനുള്ള മാർഗം യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുക. യേശുക്രിസ്തു കേവലം 33 തിരുവയസ്സാണ് ഇവിടെ തന്റെ ശുശ്രൂഷ ചെയ്തത്. ചില സാരോപദേശങ്ങൾ നൽകി, ഒരു പ്രത്യേക ശാസ്ത്രമൊക്കെ എഴുതി, ഒരു മത സന്ദേശമൊക്കെ എഴുതി, എന്റെ പിന്നിൽ കുറച്ച് ജനം അണിനിരക്കണമെന്ന് കുറെ ആശയം കടന്നു പോകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ കടന്നു പോകാനുള്ള വകുപ്പാ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരുവനൊരിക്കൽ ഇറങ്ങി വന്നു, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി. യേശുക്രിസ്തുവിനെ അതേ യഹൂദ മേലധികാരികളും അതേ റോമൻ സൈന്യവും കൂടെ കൊന്ന് തന്നെ അവരുടെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്ത് അവിടെ ഒടുക്കിക്കളയാമെന്ന് അവരൊക്കെ ആഗ്രഹിച്ച് അവർ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അത് യാദൃച്ഛികമല്ല, ദൈവിക പദ്ധതിയാണ്. എന്നാൽ റോമൻ ഗവൺമെന്റിനോ യഹൂദ മത മേധാവികൾക്കോ അവരുടെ കല്ലറയ്ക്കോ യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്ന് പകൽ ഞങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിന്റെ കാര്യം, മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന്റെ കാര്യം ചില കേൾവിക്കഥകളോ ചില ഐതിഹ്യങ്ങളോ വെച്ചുകൊണ്ടല്ല പറയുന്നത്. പിന്നെയോ ലോകത്തിന്റെ കാലഗതിയെ, ലോകത്തിന്റെ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ചരിത്രത്തിന് എടുത്ത് നിൽക്കൊണ്ട് അതത്രേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രം പ്രത്യേകതയാണ് മരണത്തെ തോൽപ്പിച്ചവൻ. ലോക ചരിത്രം പഠിക്കുമ്പോൾ ഇന്നയോളം മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, കല്ലറയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഭൂമിയുടെ അധോഭാഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പാതാളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ തോൽപ്പിച്ച് പുറത്തു വന്ന ഒറ്റ നേതാവും ഒറ്റ വ്യക്തിത്വവും ഒരു യുഗപുരുഷന്മാരും ലോകത്തിലില്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യേശുക്രിസ്തു ഒഴിച്ച്.
പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് ഇവിടെ മതങ്ങൾ മനുഷ്യനെ മരണാനന്തരം ശേഷക്രിയകളൊക്കെ ചെയ്ത് അങ്ങോട്ട് വിടാമെന്നൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നു. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മരണാനന്തരം മനുഷ്യൻ ചെയ്യുന്ന ഒരു ക്രിയയ്ക്കും പ്രസക്തിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്റെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ മാറ്റിവെച്ച് മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്ന് തന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി തന്നു. ആ രക്തം എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ രക്തത്താൽ എന്നെ കഴുകി ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ എന്ന് ഹൃദയംഗമായി ആഗ്രഹിച്ച് ആ ക്രൂശിന്റെ ചുവട്ടിൽ വിശ്വാസത്തോടെ കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യന് അവന് ദൈവം നൽകുന്ന ഭാഗ്യമാണ് രക്ഷ എന്നുള്ളത്, പുതിയ മനുഷ്യൻ എന്നുള്ളത്, മാനസാന്തരപ്പെട്ട വ്യക്തി എന്നുള്ളത്. അപ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യനും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യനും മാനസാന്തരപ്പെടണം, എല്ലാ മനുഷ്യനും ദൈവത്തിലേക്ക് തിരിയണം. ഈ ലോകത്തിന്റെ പോക്ക് നമ്മൾ കാണുന്നുണ്ട്. അതെ, ഒരു പാറമടയിലെ പണിക്കാരൻ അവിടെ തമരിന് വെടിക്ക് മരുന്ന് കൊടുത്തിട്ട് അവനൊരു ശബ്ദം പുറപ്പെടുവിക്കും. എന്താണ്? അയൽക്കാരായി അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, ഓടി മറവിടങ്ങളിൽ ഒളിക്കുക എന്നുള്ളതാണ് ആ ശബ്ദത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പകലിൽ പ്രിയ സ്നേഹിത, ലോക സംഭവങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തിന്റെ മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? പ്രകൃതിക്ക് സമൂലം മാറ്റം സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വളരെ സംഭവിച്ചിരിക്കുന്നു. അത് ലോകരാജ്യങ്ങൾ കലിതുള്ളി നിൽക്കുകയാണ്. ലോകം ഒരു അന്ത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നാൽ രക്ഷപ്പെടുവാനൊരു മാർഗമുണ്ട്. ലോകം കത്തുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശുവിന് ഹൃദയം കൊടുത്ത് തന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച് വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർത്ത് കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തുവിത വേഗം വരാൻ പോവുകയാണ്. ഇന്ന് പകൽ ഞങ്ങളുടെ സന്ദേശം വേഗം വരുന്ന യേശു ക്രിസ്തുവിനോട് നിങ്ങളും ആ ഒരുക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളും ഒരുങ്ങണമേ. ആ ദൈവരാജ്യത്തിൽ നിങ്ങളും അംഗമാകണമേ. പാപങ്ങളെ ഉപേക്ഷിച്ച് ഇനി ലഭിക്കുന്ന ശിഷ്ടായുസ് അത് ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കണമെന്നുള്ള ആ ഒരു ആഹ്വാന വാക്കുകളുടെ ആ സന്ദേശത്തോടുകൂടെ ഞങ്ങളുടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾ അങ്ങനെ യേശുവിന് ഹൃദയം കൊടുത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, ക്രമീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അത് ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനത്തെ ഈ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകി നിങ്ങൾ നേരുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസങ്ങളും വിടുതലും നൽകി നിങ്ങളെ പിന്നെയും ഈ യേശു ക്രിസ്തു കൈപിടിച്ച് നടത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ ദൈവത്തെ കണ്ടെത്തി ആ ദൈവരാജ്യത്തിനോട് ഒരുങ്ങണമെന്നുള്ള ആഹ്വാന വാക്കുകളോടെ ഞങ്ങളുടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് ഇതുവരെ ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം അനീഭാന ബിഷപ്പുദാസിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തിരസ്കരിക്കാം. സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭ്യമാകാത്ത ദൈവിക സമാധാനവും ദൈവികമായിരിക്കുന്ന സന്തോഷവും ദൈവികമായിരിക്കുന്ന പ്രത്യാശയും ലഭ്യമാകും. മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കും. അതുമാത്രമല്ല, ഈ ഭൂമിയിലെ മനുഷ്യന്റെ ആയുസ് കഴിഞ്ഞാൽ ആ മനുഷ്യന് മറ്റൊരു സ്ഥലം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും അത് ദൈവം ഇരിക്കുന്ന ഇടമാണെന്നും ആ സ്ഥലത്തിന് സ്വർഗമാണ് പേരെന്നും പ്രഭാഷണങ്ങളിൽ കൂടി കേൾക്കുവാൻ ഇടയായി. ആ ഇടത്ത് പോകണമെങ്കിൽ പേര് മാറണ്ടെന്നും ജാതി മാറണ്ടെന്നും മതം മാറണ്ടെന്നും പണം മുടക്കണ്ടെന്നും ധനം മുടക്കണ്ടെന്നും അതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള സന്ദേശമാണ് ബഹുമാനീയ ദേവദാസിനെ കൂടി കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ
വരാവുന്ന ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. ലോക സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന നസറേയനായ യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു എന്നുള്ള സന്ദേശം കൂടിയാണ് കേൾപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ബൈബിൾ പറയുമ്പോൾ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം അത് കരസ്ഥമാക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ ഇന്ന് പകലും ഇവിടെ കടന്നു വന്നതിന്റെ പിന്നിൽ ഇവിടെ അടുത്ത് കാവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന IPC സഭയുടെ ബന്ധത്തിലാണ് ഞങ്ങൾക്ക് വിതിര പെന്തക്കോസ്തൽ പാസ്റ്റർ ഫെലോഷിപ്പ് എന്ന ഈ ടീമിന്റെ നേതൃത്വത്തിൽ ഈ വട്ടൂർക്കാവിന്റെ വിവിധമായിരിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നുപോയി ഈ സന്ദേശം അറിയിക്കുവാൻ അവസരം ലഭിക്കാനിടയായിത്തീർന്നു. ഈ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ സമയത്ത് നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയല്ലെങ്കിലും നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗനിമിത്തം നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കടബാധ്യത കൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ മറ്റ് വിവിധമായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ലോകത്തരാത്ത സമാധാനം, സന്തോഷം, ആശ്വാസം സർവേശ്വരനായ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ഇടയാകും. ഈ സമയത്ത് ഞങ്ങളുടെ ടീമിലെ ദൈവദാസൻ ഷാജുകുമാർ അവരുകൾ ഈ സമയം പ്രാർത്ഥിക്കും. ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബഹുമാന ദൈവദാസനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദിനത്തിനായി നല്ല സമയത്തിനായി സ്തോത്രം. ഭൂലോകത്തിലൊക്കെ കടന്നുപോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്ത പോലെ ഈ ദേശത്ത് ആകാശവും ഭൂമിയും മാറിപ്പോലും മാറ്റപ്പെടാത്ത ദൈവവചന സത്യം വിളിച്ചറിയിപ്പാൻ അവിടെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി